രാഷ്ട്രീയ ഇപ്പം എല്ലാത്തിലുണ്ടല്ലോ. രാഷ്ട്രീയം തന്നെയാണല്ലോ എല്ലാം. അല്ല, അതിപ്പോൾ അവർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ഈ കാര്യങ്ങൾ അവർക്ക് മറുപടി പറയുക, നാളെ ലീഗലായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുക എന്ന് മാത്രമേ ഇതിന് സാധിക്കുള്ളൂ. അല്ല, കള്ളപ്പണ ഇടപാട് വരുന്നില്ലല്ലോ ഇത് ലോൺ എടുത്തു. ലോകത്തെല്ലാവരും ലോൺ എടുക്കുന്ന PV Anwar മാത്രമല്ലല്ലോ. യഥാർത്ഥത്തിൽ ഇത് KFCയുമായി ബന്ധപ്പെട്ട് 2015 ഞാൻ MLA ആകുന്നതിന് മുമ്പ് എടുത്ത ഒരു ലോണുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഏകദേശം 9.5 കോടി രൂപയാണ് അന്ന് ലോൺ എടുത്തിരുന്നത്. അതിൽ 6 കോടി രൂപ റീപേയ്മെൻറ്റ് നടത്തിയതാണ്. പക്ഷേ സാഹചര്യങ്ങൾ മോശമായതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് റീപേയ്മെൻ്റ് ഒന്നും നടന്നിരുന്നില്ല. എടുത്ത ലോണിനേക്കാളും കൺസ്ട്രക്ഷൻ അവിടെ നടക്കുകയും ഏകദേശം 6 കോടി റുപ്യ അടയ്ക്കുകയും ചെയ്ത സ്ഥിതിക്ക് നമ്മളൊരു കള്ളത്തരത്തിൽ ലോൺ എടുത്തു എന്ന രീതിയിലുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ED ഇത്തരത്തിലുള്ളൊരു അന്വേഷണം നടത്തിയിട്ടുള്ളത്. ആ കാര്യങ്ങൾ കൃത്യമായും അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ തുടർന്നുള്ള അവരുടെ നടപടിക്കനുസരിച്ച് ചില രേഖകൾ കൂടി ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഹാജരാക്കി കൊടുക്കും. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിർമ്മാണത്തിന് വേണ്ടി അതെ, നിർമ്മാണത്തിന് വേണ്ടി പാർക്കും അപ്പാർട്ട്മെന്റും. അതെ അതെ അതെ. ഇല്ലല്ല, തിരിച്ചടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചത്. ഈ എമൗണ്ട് എടുത്തതിന് ശേഷം അതെങ്ങനെയാണ് ഡിസ്പേഴ്സ് ചെയ്തിട്ടുള്ളത് എന്നിത്യാദി കാര്യങ്ങളാണ് ചോദിച്ചത്. അതായത് 9.5 കോടിയായിരുന്നു എടുത്തിരുന്നത്. അതിൽ 1.5 കോടി നമ്മൾ ഒരു ലോണ് നമ്മൾ സെറ്റിൽ ചെയ്തു. മൊത്തം ഈ 9.5-ൽ 6 കോടി നമ്മൾ അടച്ചിട്ടുണ്ട്. പിന്നെ പലിശയും പിഴപ്പലിശയൊക്കെ ചേർത്ത് വലിയൊരു എമൗണ്ട് ആണ് അവരാവശ്യപ്പെടുന്നത്. അത് വൺ ടൈം സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ അത് മൂവ് ചെയ്തതാണ്. പക്ഷെ അതിന് നമ്മൾ കൊടുത്ത ഓഫർ പോരാ എന്ന് പറഞ്ഞ് KFC ഒരു മറുപടി തന്നു. അപ്പോൾ ഫർദർ ഓപ്ഷൻ അവരുടെ സെറ്റിൽമെൻറ്റ് എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ച് നമ്മൾ കത്ത് കൊടുത്തു. ആ കത്തിന് മറുപടി വരുന്നതിന് മുമ്പാണ് ഈ ലീഗൽ നടപടികൾ ഉണ്ടായിട്ടുള്ളത്. അല്ല, രാഷ്ട്രീയ ഇപ്പം എല്ലാത്തിലുണ്ടല്ലോ. രാഷ്ട്രീയം തന്നെയാണല്ലോ എല്ലാം. അല്ല, അതിപ്പോൾ അവർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ഈ കാര്യങ്ങൾ അവർക്ക് മറുപടി പറയുക, നാളെ ലീഗലായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുക എന്ന് മാത്രമേ ഇതിന് സാധിക്കുള്ളൂ. അല്ല, കള്ളപ്പണ ഇടപാട് വരുന്നില്ലല്ലോ ഇത് ലോൺ എടുത്തു. ലോകത്തെല്ലാവരും ലോൺ എടുക്കുന്ന PV Anwar മാത്രമല്ലല്ലോ. അത് തിരിച്ചടച്ച് പൂർത്തിയാകുന്നുണ്ട്, തിരിച്ചടവ് മുടങ്ങുന്നുണ്ട്. 10,000-കണക്കിന് ജപ്തിയുടെ കേസുകൾ തിരിച്ചടക്കാൻ കഴിയാതെ കേരളത്തിലെ തന്നെ വിവിധ കോടതികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇത് എങ്ങനെയാണ് കള്ളപ്പണ ഇടപാടാകുന്നത് എന്നുള്ളത് നമുക്കും ബോധ്യപ്പെട്ടിട്ടില്ല. അതിനി ബോധ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. അല്ല, നമ്മളത് ഫുൾ വൺ ടൈം സെറ്റിൽമെൻറ്റിന് വേണ്ടി അപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുള്ള സെറ്റിൽമെൻറ്റ് എമൗണ്ട് KFC തീരുമാനിച്ചു തന്നിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഈ വിജിലൻസ് കേസുകളും ബാക്കിയുള്ളതും അതിനെ തുടർന്നുള്ള ED. കാരണം 4 ദിവസം മുമ്പാണ് വിജിലൻസ് പോയത് ഇതേപോലെ തന്നെ. അത് കഴിഞ്ഞ് 4-ാമത്തെ ദിവസമാണ് ഇപ്പോൾ EDയുടെ ഈ സെർച്ചും വിഷയങ്ങളുമൊക്കെ. അല്ല, അത് തെറ്റാണ്. ഇപ്പം നമ്മൾ ഒരു പ്രോപ്പർട്ടിയുടെ മുകളിൽ 2 ലോൺ എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബാങ്കിനെ അത് മറച്ചു വെച്ചിട്ട് മറ്റൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ മുകളിൽ 2 ലോൺ. ഇത് ഒരേ സ്ഥാപനം, KFCയിലെ ഒരേ സ്ഥാപനത്തിൽ നിന്നുള്ള 2 ലോണാണ്. അപ്പം സ്വാഭാവികമായിട്ട് അതേ സ്ഥാപനത്തിൽ നിന്നാണ്. അപ്പം അങ്ങനെ ഒരു മറച്ചു വെച്ചുകൊണ്ടുള്ളൊരു ഇടപാട് ഇതിൽ നടക്കുന്നില്ല. എല്ലാ ഡോക്യുമെന്റ്സും ഉള്ളത് KFCയുടെ കയ്യിൽ തന്നെയാണ്. സിയാദിന്റെ പേരിൽ മാലാംകുളം കൺസ്ട്രക്ഷൻസ് എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അതിലെ ഒരു ഡയറക്ടർ മാത്രമാണ് സിയാദ്. അത് ഭൂമി തക്കതായ വാല്യുവേഷൻ റിപ്പോർട്ടിലുള്ള ഭൂമികൾ അതിന് കൊടുത്തിട്ടുള്ളതാണ്.
പിന്നെ ഒരേ ഭൂമിയിൽ 2 ലോൺ എടുത്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമാക്കുമ്പോൾ കേൾക്കുന്നവർക്ക് എന്താ തോന്നുക, ഒരു ലോൺ എടുത്തത് മറച്ചു വെച്ചുകൊണ്ട് വേറൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി പോകുന്നത്. രണ്ടും KFC ലോൺ തന്നെയാണ് ഒരേ പീരീഡിൽ. അല്ല, എന്താ അവർ കണ്ടെത്തട്ടെ, അത് നമുക്ക് നോക്കാം. 2015 അൻവർ MLA കൂടിയല്ല, പിന്നെ എങ്ങനെയാണ് അൻവർ സ്വാധീനിച്ചതെന്നുള്ളതൊക്കെ അറിയണ്ടേ. ഇതൊരു കൺസ്ട്രക്റ്റഡ് പ്രോപ്പർട്ടിക്ക് ഫർദർ കൺസ്ട്രക്ഷൻ എടുത്ത ലോണുകളാണ്. അതൊക്കെ ക്ലിയർ റെക്കോർഡുള്ളതാണ്. ഇതൊക്കെ ഇപ്പോൾ അതിൻ്റെ മുകളിൽ ഇനി തീരുമാനിക്കേണ്ട കോടതികളാണ്. അല്ല, തീർച്ചയായിട്ടും എല്ലാവർക്കും 1 ടൈം സെറ്റിൽമെന്റ് കൊടുത്തതാണ് KFC. എല്ലാ ഘട്ടത്തിലും കൊടുക്കുന്നതാണ്. നമ്മൾ കൊടുത്തത് റിജക്ട് ചെയ്ത് ഒരു സെക്കൻഡ് ഓഫർ ചോദിച്ചിട്ട് അതിനുള്ള റിപ്ലൈ പോലും നമുക്ക് തരാതെ അറ്റാച്ച്മെന്റ് നോട്ടീസിലേക്കാണ് പോയത്. അത് തീർത്തും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇടപെടൽ അതിലുണ്ടാവും എന്നുള്ളത് ആർക്കും നോക്കിയാലും മനസ്സിലാവുമല്ലോ.